കുഞ്ഞുങ്ങളെ പല്ല് തേപ്പിക്കുന്നത് എളുപ്പമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഇതേ ചോദ്യം കുഞ്ഞു മക്കളുള്ള മാതാപിതാക്കളോട് ചോദിച്ചാൽ മതിയാകും. പല്ല് തേപ്പിക്കുന്ന പോയിട്ട് വാ തുറക്കാൻ കൂടി ഒരുപക്ഷെ കുട്ടികൾ തയ്യാറാകണമെന്നില്ല. ഒരുവിധം പല്ല് തേപ്പിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷെ അത് മാത്രം മതിയോ? നമുക്കത് ശരിയായ രീതിയിൽ വൃത്തിയാക്കണം. അതിന് എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യണം. ഈ വീഡിയോയിലൂടെ കുഞ്ഞുങ്ങളുടെ ബ്രഷിംഗ് ടെക്നിക്ക് ഏതാണെന്ന് നമുക്ക് നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനി പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളുടെ ബ്രഷിംഗ് ടെക്നിക്കാണ്. ഇതിനു മുമ്പ് മുതിർന്നവരുടെ ബ്രഷിംഗ് ടെക്നിക്കിനെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന ലിങ്ക് വിസിറ്റ് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതൽ ബ്രഷ് ചെയ്ത് തുടങ്ങണമെന്ന് പലരും ചോദിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പല്ല് വന്നു തുടങ്ങുന്ന പ്രായം മുതൽ ബ്രഷ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. പക്ഷേ പല്ല് വരുന്നതിന് മുമ്പും മോണയുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. പാല് കൊടുത്തു കഴിഞ്ഞും മറ്റും കുഞ്ഞിൻ്റെ മോണ നനഞ്ഞ കോട്ടൺ തുണി കൊണ്ടും മറ്റും തുടച്ചു കൊടുക്കേണ്ടതാണ്. അത് മോണയെ വൃത്തിയായി സൂക്ഷിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. കുഞ്ഞിപ്പല്ലുകൾ മുളച്ചു തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഹാൻഡ് ബ്രഷുകളേക്കാൾ കൂടുതൽ ഫിംഗർ ബ്രഷുകൾ ഉപയോഗിക്കാം. ഫിംഗർ ബ്രഷ് എന്താണെന്ന് വ്യക്തമാക്കാം. നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങളുടെ വായ വിരൽ കൊണ്ട് വൃത്തിയാക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അതേ രീതി തന്നെ ചെയ്യാം. പക്ഷേ ഈ വിരലിന് മുകളിൽ ഒരു ഉറ പോലെ ഇടാൻ പറ്റുന്ന ബ്രഷുകൾ ഇന്ന് ലഭ്യമാണ്. ഇത്തരത്തിലുള്ള ഫിംഗർ ബ്രഷുകൾ കുഞ്ഞിന്റെ പല്ല് വൃത്തിയാക്കാൻ കുറച്ചുകൂടി സഹായകമായിരിക്കും. പല്ലുകൾ വരുന്നതനുസരിച്ച് പതിയെ നമുക്ക് സോഫ്റ്റ് ബ്രഷുകളിലോട്ട് മാറാവുന്നതാണ്. സോഫ്റ്റ് ബ്രഷ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ ഈ ബ്രഷ് എടുക്കുമ്പോൾ ഇതിന് അറ്റത്ത് കാണുന്ന ഈ നാല് പോലത്തെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ബ്രിസ്റ്റിലുകൾ എന്ന് പറയുന്നത്. ഇത് സോഫ്റ്റ് ആയിരിക്കുക. അല്ലാത്ത പക്ഷം കുഞ്ഞിനെ ബ്രഷ് ചെയ്യുമ്പോൾ വേദന എടുക്കാനുള്ള സാധ്യതയുണ്ട്. വിഷയം കുഞ്ഞുങ്ങളുടെ ബ്രഷിംഗ് ടെക്നിക്കാണ്. പക്ഷെ അതിനാദ്യം കുഞ്ഞുങ്ങൾ വാ തുറക്കണമല്ലോ. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ സ്നേഹത്തോടു കൂടി വഴക്കൊന്നുമില്ലാതെ ബ്രഷ് ചെയ്യാൻ സന്നദ്ധരാക്കുന്നതെന്ന് ആദ്യം നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങളെ ഇതിലോട്ട് അടുപ്പിക്കാൻ കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. അവർക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളുടെ രൂപമോ ചിത്രമോ ഒക്കെയുള്ള ബ്രഷുകൾ നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ ആൺകുട്ടികളാണെങ്കിൽ സ്പൈഡർമാനോ ബാറ്റ്മാനോ ഒക്കെ ആവും ഇഷ്ടം, അല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ബാർബി ഡോൾസ് ആയിരിക്കും ഇഷ്ടം. ഇതുപോലുള്ള ബ്രഷുകൾ ഇന്ന് കിട്ടുകയും ചുരുക്കി പറഞ്ഞാൽ പല്ല് തേക്കുക എന്ന് പറയുന്നത് ഒരു കളിയായിട്ട് കുഞ്ഞുങ്ങൾക്ക് തോന്നണം. അത് അവർക്ക് ആസ്വദിക്കാൻ പറ്റണം. ബ്രഷിംഗ് ഒരു മിനിമം 2 മിനിറ്റ് എങ്കിലും ബ്രഷ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ടൈം കുഞ്ഞുങ്ങൾ പാലിക്കാൻ വേണ്ടി ആ സമയത്ത് നമുക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടുകളോ കഥകളോ ആ സമയത്ത് ഇട്ട് കൊടുക്കാം. പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ പാറ്റ എന്നോ പുഴുവെന്നോ കുഞ്ഞിന് മുമ്പിൽ അവതരിപ്പിക്കാം. അപ്പോൾ അത് എങ്ങനെയെങ്കിലും നീക്കം ചെയ്യണമെന്ന് കുഞ്ഞിന് തന്നെ തോന്നും. അതുപോലെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെയും കൂടി ബ്രഷ് ചെയ്യാൻ വേണ്ടി കൂട്ടുക. കാരണം കുഞ്ഞു മനസ്സിന് എപ്പോഴും മുതിർന്നവരെ അനുകരിക്കാനാവും ഇഷ്ടം. എല്ലാ ട്രിക്കുകളും എല്ലാ കുട്ടികളിലും വർക്ക് ചെയ്യണമെന്നില്ല. കാരണം ഓരോ കുട്ടികളും യുണീക്കാണ്. അതുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങളും വ്യത്യസ്തമായിരിക്കും. നമ്മുടെ കുട്ടിയുടെ മനസ്സറിഞ്ഞ് അതിന് ഉതകുന്ന രീതിയിലുള്ള ട്രിക്കുകൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഒരു പ്രായം വരെ മാതാപിതാക്കൾ തന്നെ കുഞ്ഞുങ്ങൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതായത് കുഞ്ഞിനെ ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യാനുള്ള കൈവഴക്കമായി എന്ന് ഉറപ്പുവരുന്ന പ്രായം വരെ. ആ പ്രായം ഞാൻ പ്രത്യേകം എടുത്ത് പറയാത്തത് ഓരോ കുട്ടികളിലും അത് വ്യതിയാനങ്ങളുണ്ടാവും. ഇനി പേസ്റ്റിന്റെ കാര്യം എടുത്താൽ കുഞ്ഞുങ്ങളുടെ പേസ്റ്റുകൾ തന്നെ അവർക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യണം. ഇത് എടുത്തു പറയാൻ കാരണം ആദ്യമായി ബ്രഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പേസ്റ്റ് വിഴുങ്ങാനുള്ള സാധ്യത വളരെ ഏറെയാണ്. മറ്റ് പേസ്റ്റുകളേക്കാൾ കുട്ടികളുടെ പേസ്റ്റുകളിൽ രാസവസ്തുക്കളുടെ അളവുകൾ കുറവായിരിക്കും. അതുപോലെ വിഴുങ്ങിപ്പോയാൽ തന്നെയും ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഫോമിംഗ് ഫ്ലോറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് എന്നാവും അല്ലേ? അതായത് ഈ ടൂത്ത് പേസ്റ്റിൽ ഫ്ലൂറൈഡിന്റെ അംശമുണ്ട്. ഈ രാസവസ്തു ഉള്ള പേസ്റ്റുകൾ വേണം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യാൻ. ഈ ഫ്ലൂറൈഡുകൾ കുഞ്ഞുങ്ങളെ കേടുവരാതെ ഒരു കവചം പോലെ സംരക്ഷിക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ബ്രഷുമായി പേസ്റ്റുമായി ഇനി പല്ല് തേച്ച് തുടങ്ങാം. ബ്രഷിംഗ് ടെക്നിക്ക് കുഞ്ഞുങ്ങളിൽ. പല്ല് തേക്കുമ്പോൾ പുറംവശം മാത്രം പോരാ, ഉൾഭാഗവും ഒപ്പം തന്നെ ഒക്ലൂസൽ സർഫസ് അതായത് ചവയ്ക്കുന്ന പ്രതലവും വൃത്തിയാക്കേണ്ടത് ആവശ്യം. ഇത്രയും ഭാഗങ്ങൾ വൃത്തിയായാലേ ബ്രഷിംഗ് പൂർണ്ണമാവുകയുള്ളൂ. മുതിർന്നവരുടെ ബ്രഷിംഗ് ടെക്നിക്കിന്റെ വീഡിയോ കണ്ടവർക്കറിയാം, മോഡിഫൈഡ് ബാസ് ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ ബ്രഷ് പിടിക്കേണ്ടത് പ്രത്യേകമായ ഒരു ആംഗിളിലാണ്. ഒപ്പം തന്നെ ബ്രഷ് ചലിപ്പിക്കുന്നതിനും പ്രത്യേകമായ രീതികൾ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഒരു ടെക്നിക്ക് കുഞ്ഞുങ്ങളിൽ ശ്രമകരമാണ്. ആയതിനാൽ കുഞ്ഞുങ്ങളിൽ സർക്കുലർ മോഷൻ രീതിയാണ് കൂടുതൽ അഭികാമ്യം. ഈ ടെക്നിക്കിലും 45 ഡിഗ്രി ആംഗിൾ തന്നെയാണ് ബ്രഷ് പിടിക്കേണ്ടത്. ശേഷം ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വട്ടത്തിൽ ബ്രഷ് ചലിപ്പിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനാണെങ്കിലും ഈ രീതി
കുറച്ചുകൂടി എളുപ്പമാണ്. കഴിവതും രാവിലെയും വൈകുന്നേരവും കുഞ്ഞുങ്ങൾ ബ്രഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രാധാന്യം വൈകുന്നേരം ബ്രഷ് ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം പകല് സ്വീറ്റ്സ് പോലെയുള്ള എന്തെങ്കിലും ആഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ പല്ലിൽ കാണും. ഇത് വൈകിട്ട് ബ്രഷ് ചെയ്യാതിരുന്നാൽ രാത്രി ഫുള്ള് ബാക്ടീരിയകളുടെയും മറ്റും പ്രവർത്തനങ്ങൾക്ക് വിധേയമാകുകയും കേടുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യും. ഇതൊക്കെയാണ് കുഞ്ഞിപ്പല്ല് തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതാണ് കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാനുള്ള ഞങ്ങളുടെ പ്രചോദനം. ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിലോ നിങ്ങളുടെ സജഷൻസും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ഗുണപരമെന്ന് തോന്നുന്നുവെങ്കിൽ കുഞ്ഞു മക്കളുള്ള മാതാപിതാക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.